ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ ഒരു കാലയളവിലൂടെ വീണ്ടും നാം കടന്നു പോകുന്നു. അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്ന വിഷയം ഊഷ്മള ബന്ധത്തിലേക്കുള്ള വിളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. വെറുതെയുള്ള വാക്കുകളല്ല കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവവുമായുള്ള ഊഷ്മളമായ ബന്ധത്തിലേക്കുള്ള വിളിയായിരുന്നു ഈ പ്രാർത്ഥന. തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ ഇവ്വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഏറ്റുചൊല്ലുന്നതിലൂടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ എന്ന് നാം സ്വയം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പിതാവായ ദൈവം തൻ്റെ മക്കളിൽ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനർത്ഥം നാം ദൈവത്തോട് നീതി പുലർത്തുകയും അവിടുത്തെ അംഗീകരിക്കുകയും സ്തുതിക്കുകയും അർഹമായ ബഹുമതി നൽകുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങയുടെ രാജ്യം വരയണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിനോട് അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് വീണ്ടും വരുവാൻ നാം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവഹിതം ഭൂമിയിൽ നിറവേറുവാൻ നാം പ്രവർത്തിക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആത്മീകമായും ഭൗതികവുമായ നന്മകൾ കർത്താവിൽ നിന്നാണ് എന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ കാരുണ്യമുള്ള പിതാവ് നമുക്കുള്ളതുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അനുരഞ്ജനപ്പെടുവാനും നമുക്ക് സാധിക്കണം. ഈ അപേക്ഷ ദൈവത്തിൻ്റെ വലിയ കരുണയെപ്പറ്റിയും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള നമ്മുടെ കടമയെപ്പറ്റിയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൽ വീഴാതെ നമ്മെ രക്ഷിപ്പാൻ നാം നമ്മുടെ പിതാവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ നോമ്പ് കാലയളവിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി ദൈവവുമായുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ.